ഹായ്, എല്ലാവർക്കും നമസ്കാരം. എക്കണോമിക്സിലെ മൈക്രോ എക്കണോമിക്സിൽ വരുന്ന ഒരു കൺസ്യൂമർ തിയറി എന്ന് പറയുന്ന പാർട്ടിലെ ഒരു ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആ, ഉദ്യോഗാർത്ഥികളാണ് നിങ്ങൾ എല്ലാവരും, എനിക്കറിയാം. അപ്പോൾ നമുക്കിതിൽ എക്കണോമിക്സ് പഠിച്ചവരുണ്ടാവും, അതേപോലെ തന്നെ എക്കണോമിക്സ് പഠിക്കാത്ത കോമേഴ്സുകാർ കുറച്ചെങ്കിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമെറ്റിക്സ്, ഇതിലൊക്കെ ഉദ്യോഗാർത്ഥികൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തായാലും എക്കണോമിക്സ് പഠിച്ചേ പറ്റൂ. കാരണം ഏറെക്കുറെ 25% മാർക്സ് നമുക്ക് എക്കണോമിക്സിൽ നിന്ന് ഉണ്ടാകും, പരീക്ഷയ്ക്ക് ഉണ്ടാവും. അപ്പോൾ സിലബസും അത്രത്തോളം നമുക്ക് പഠിക്കാനുണ്ട്. എന്നാൽ കുറച്ച് കട്ടിയായിട്ടുള്ള സിലബസ് ആണ് എങ്കിൽ കൂടി നമുക്ക് എളുപ്പത്തിൽ ഒരു ഒബ്ജക്റ്റീവ് എക്സാം നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ കഴിയുമോ ആ രീതിക്ക് നമുക്കിത് വളരെ എളുപ്പത്തിൽ പഠിച്ച് നമുക്കിത് തീർക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കണോമിക്സിലെ മൈക്രോ എക്കണോമിക്സിൽ വരുന്ന കൺസ്യൂമർ തിയറി എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ മൈക്രോ എക്കണോമിക് തിയറിയിലെ കൺസ്യൂമർ ബിഹേവിയർ. അപ്പോൾ അത് പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്താണ് എക്കണോമിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിമ്പിൾ ആയിട്ട് പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, എക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ്. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് സം തിയറീസ് ആൻഡ് പ്രിൻസിപ്പിൾസ് which govern the economy and its various components. Okay, എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ സയൻസിലെ ഒരു സബ്ജക്റ്റാണ്, ഒരു ഡിസിപ്ലിനാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് സം തിയറീസ് ആൻഡ് പ്രിൻസിപ്പിൾസ്, ഓക്കെ, വിച്ച് ഗവേൺ ദി എക്കോണമി ആൻഡ് ഇറ്റ്സ് വേരിയസ് കമ്പോണൻസ്. ക്ലിയർ? സംശയമുണ്ടോ? ഒരു എക്കോണമിയിലെ വേരിയസ് കമ്പോണൻസിനെ ഗവേൺ ചെയ്യാനായിട്ട് ഉള്ള കുറെ തിയറീസും പ്രിൻസിപ്പിൾസ് ഒക്കെ ഉൾപ്പെട്ട ഒരു സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് ആണ് എക്കണോമിക്സ്. നമുക്കറിയാം, ഏത് ഒരു കാര്യം റെഗുലേറ്റ് ചെയ്യണമെങ്കിലും കൺട്രോൾ ചെയ്യണമെങ്കിലും നമുക്ക് കുറെ പ്രിൻസിപ്പിൾസും കുറെ തിയറീസ് ഒക്കെ വേണം, നമുക്കറിയാവുന്നതാണ് അല്ലെ? ഇപ്പൊ നമ്മുടെ വീട്ടിൽ ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിലെ ഒരു അവസ്ഥ തന്നെ ആയിക്കോട്ടെ, വീട്ടിലൊരു മാനേജ്മെന്റിന് ആയിക്കോട്ടെ, നമുക്ക് കുറെ പ്രിൻസിപ്പിൾസും കുറെ തിയറീസ് ഒക്കെ നമുക്ക് ഉണ്ടാവും അല്ലെ? നമ്മുടേതായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള കുറെ പ്രിൻസിപ്പിൾസും തിയറീസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ബേസിസിൽ മാത്രമേ നമുക്ക് ഏതെങ്കിലും ഒരു സിസ്റ്റത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. അതുപോലെ ഒരു എക്കോണമിയിലുള്ള വേരിയസ് കമ്പോണൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ, സ്റ്റെബിലൈസ് ചെയ്യാൻ, സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി കുറെ പ്രിൻസിപ്പിൾസും തിയറീസ് ഒക്കെ വേണം. ആ പ്രിൻസിപ്പിൾസും തിയറീസ് ഒക്കെ ഉള്ള ഒരു സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് ആണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു എക്കോണമിയിലുള്ള വേരിയസ് കമ്പോണൻസ്. അപ്പൊ എന്താണ് എക്കോണമി? നമുക്കറിയാം, ലോകത്ത് പ്രധാനമായും 3 തരത്തിലുള്ള എക്കണോമിക് സിസ്റ്റംസ് ഉണ്ട്. ഒന്ന്, എന്തൊക്കെ പറയാവോ? നിങ്ങൾക്കറിയാവോ? ഇതൊക്കെയാണ് ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സഡ് എക്കണോമിക് സിസ്റ്റം. ശരിയാണല്ലോ? അപ്പോ ലോകത്ത് പ്രധാനമായിട്ടും ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സഡ് എക്കണോമിക് സിസ്റ്റംസ് ഉണ്ട് അല്ലെ? അപ്പൊ ഈ എക്കണോമിക് സിസ്റ്റത്തിൽ ഓരോ എക്കോണമിക്കകത്തും അല്ലെങ്കിൽ ഓരോ എക്കണോമിക് സിസ്റ്റത്തിനകത്തും പല കമ്പോണൻസ് ചേർന്നിട്ടാണ് ഒരു എക്കണോമിക് സിസ്റ്റം ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എക്കണോമിയിലെ പ്രധാനപ്പെട്ട കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, പ്രധാനമായും പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ക്ലിയർ ആണോ? പ്രൊഡക്ഷൻ, കൺസംഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇതിൽ എന്താണ് പ്രൊഡക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ട്രാൻസ്ഫർമേഷൻ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ടു പ്രോഡക്റ്റ് ഇസ് കോൾഡ് പ്രൊഡക്ഷൻ അല്ലെ? ഉൽപാദനം. എന്താ ഉൽപാദനം? ഉൽപാദനം എന്താണെന്ന് ചോദിച്ചാൽ, ഇൻപുട്ടിനെ, അതായത് ട്രാൻസ്ഫർമേഷൻ ഓഫ് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട്, ഓർ ദ ട്രാൻസ്ഫർമേഷൻ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ടു പ്രോഡക്റ്റ്. ക്ലിയർ? ഇൻപുട്ട് ഇസ് അതർവൈസ് കോൾഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്ന ഫാക്ടേഴ്സ്, അതിനെ എന്തായിട്ട് ട്രാൻസ്ഫോം ചെയ്യുക? പ്രോഡക്റ്റ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുക. ഈ ഒരു പ്രോസസ് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊഡക്ഷൻ. ക്ലിയർ? ഈ പ്രൊഡക്ഷൻ എന്ന കമ്പോണന്റ് ഒരു എക്കോണമിയിലെ പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആണ്. മനസ്സിലായോ? ഇപ്പൊ എന്താണ് പ്രൊഡക്ഷൻ? ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ടു പ്രോഡക്റ്റ്. ക്ലിയർ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ പ്രോഡക്റ്റ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുക. ഇപ്പൊ എന്താ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ഫാക്ടേഴ്സ് യൂസ്ഡ് ഇൻ എ പ്രൊഡക്ഷൻ ടെക്നിക്സ്. ക്ലിയർ? ഹൗ മെനി ഫാക്ടേഴ്സ് ആർ യൂസ്ഡ് ഇൻ എ പ്രൊഡക്ഷൻ ടെക്നിക്സ്? നമ്മൾ എളുപ്പത്തിൽ പറയും. എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? എക്കണോമിക്സ് പഠിച്ചാൽ വളരെ എളുപ്പത്തിൽ പറയും. എത്ര ഫാക്ടേഴ്സ് ഉണ്ട്?
4 ഫാക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ക്ലിയർ ആണോ? സംശയമുണ്ടോ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. സംശയമുണ്ടോ? ക്ലിയർ ആണല്ലോ? ഓക്കെ ഓക്കെ. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? നാച്ചുറൽ റിസോഴ്സ് ആണ്. ലേബർ എന്ന് പറഞ്ഞാൽ എന്താ? ഹ്യൂമൻ റിസോഴ്സസ് ആണ്. ദെൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ സിമ്പിൾ ആയിട്ട് പറയാൻ ശ്രമിച്ചാൽ മണി എന്ന് പറയാം. ദെൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓർഗനൈസ് ചെയ്യുക. ഏതിനെ ഓർഗനൈസ് ചെയ്യുക? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ തുടങ്ങിയ ഫാക്ടേഴ്സിനെ ഓർഗനൈസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഓർഗനൈസേഷൻ. ക്ലിയർ ആണോ? ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ റിസോഴ്സസ്. നമ്മുടെ എർത്തിന്റെ സർഫേസ്, നമ്മൾ നിൽക്കുന്ന ഭൂമി, ശരിയാണല്ലോ? എർത്തിൽ നിന്ന് കിട്ടുന്ന ഫ്രഷ് എയർ, സൺലൈറ്റ്, ഇതൊക്കെ ലാൻഡ് എന്ന ഫാക്ടറിലാണ് വരുന്നത്. ദെൻ ലേബർ എന്ന ഫാക്ടറിൽ ഹ്യൂമൻ റിസോഴ്സ്. നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഒരു ലേബർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫാക്ടറാണ്, ഒരു ഹ്യൂമൻ റിസോഴ്സ് ആണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? മണിയാണ്, അല്ലെ? ഒരു സംരംഭത്തിൽ നമുക്ക് മെഷീൻസ് മേടിച്ചിടാം. ദെൻ നമ്മൾ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് റോ മെറ്റീരിയൽസ് വേണം. ഇതൊക്കെ പൈസ കൊടുത്താലേ നമുക്ക് കിട്ടുള്ളൂ. ഇതിന് വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ എന്ന് പറയും. മനസ്സിലായോ? ദെൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇതിനൊക്കെ ഓർഗനൈസ് ചെയ്യുക. ഒരു പ്രൊഡക്ഷൻ നടത്താനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഫേം റൺ ചെയ്യാനായിട്ട് ലാൻഡ് വേണം, ലേബർ വേണം, ക്യാപിറ്റൽ വേണം. ഇതിനെ ഓർഗനൈസ് ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷനെ, ആ ഒരു ഫാക്ടർ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർഗനൈസേഷൻ. ക്ലിയർ ആണോ? അപ്പോൾ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഈ 4 ഫാക്ടേഴ്സിനെ പ്രോഡക്റ്റ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊഡക്ഷൻ. ക്ലിയർ ആണോ? ദെൻ കൺസംഷൻ. നമ്മളൊക്കെ കൺസ്യൂമേഴ്സ് ആണ്, അല്ലെ? സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കൺസ്യൂം ചെയ്യാറുണ്ട്, ശരിയല്ലേ? ഇപ്പൊ നമ്മൾ ഷർട്ട് മേടിക്കുന്നു, കൺസ്യൂം ചെയ്യുന്നു. ക്ലിയർ ആണോ? ഷർട്ട് മേടിക്കുന്നു, നമ്മൾ ബൈ ചെയ്യുന്നു, നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കൺസ്യൂം ചെയ്തു എന്ന് പറയും. അപ്പൊ നമ്മളൊക്കെ കൺസ്യൂമേഴ്സ് ആണ്. ക്ലിയർ ആണോ? സംശയമുണ്ടോ? അപ്പോൾ പ്രൊഡക്ഷനും കൺസംഷനും ദെൻ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഒരു എക്കോണമിയിലുള്ള ഇൻകത്തെ എങ്ങനെ അലോക്കേറ്റ് ചെയ്യും, അല്ലെ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, മനസ്സിലായോ? അതിനെക്കുറിച്ച് പറയുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ എന്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് ചോദിച്ചാൽ ഇൻകത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ക്ലിയർ ആണോ? കൺസംഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? ദ യൂസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ക്ലിയർ? യൂസ് ചെയ്യുന്ന ആളിനെ നമ്മൾ വിളിക്കുന്ന പേര് കൺസ്യൂമർ. ദെൻ പ്രൊഡക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? എന്താ പറയണേ? ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ടു പ്രോഡക്റ്റ് ഈസ് കോൾഡ് എന്താ? പ്രൊഡക്ഷൻ നടത്തുന്ന ആളിനെ പ്രൊഡ്യൂസർ. അപ്പൊ നമ്മൾ പറയാൻ ശ്രമിച്ചത് എക്കണോമിക്സ് എന്ന ഡെഫിനിഷനിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. എന്താ എക്കണോമിക്സിന്റെ ഡെഫിനിഷൻ പറഞ്ഞേ? ഇറ്റ് ഈസ് എ സോഷ്യൽ സയൻസ്. ഇറ്റ് കൺസിസ്റ്റ് സം തിയറീസ് ആൻഡ് പ്രിൻസിപ്പിൾസ് which govern the economy and its various components. Clear? അപ്പോൾ എക്കോണമിയെ ഗവേൺ ചെയ്യുന്ന, അല്ലെ എക്കോണമിയിലെ വേരിയസ് കമ്പോണൻസിനെ ഗവേൺ ചെയ്യുന്ന കുറെ തിയറീസും പ്രിൻസിപ്പിൾസും ചേരുന്നതാണ് എക്കണോമിക്സ്. അപ്പൊ നമ്മൾ അടുത്ത് മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്താണ് എക്കോണമി, അല്ലെങ്കിൽ എക്കോണമിയിലുള്ള വേരിയസ് കമ്പോണൻസ് ഏതൊക്കെ. അപ്പൊ നമുക്ക് ഉടൻ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റി പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കി എന്താണ് പ്രൊഡക്ഷൻ. എന്താ പ്രൊഡക്ഷൻ? ദ ട്രാൻസ്ഫർമേഷൻ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ടു പ്രോഡക്റ്റ് ഈസ് കോൾഡ് പ്രൊഡക്ഷൻ, അല്ലെ? ഇപ്പൊ എത്ര ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം? 4 ഫാക്ടേഴ്സ് ആണ്. ഏതൊക്കെ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഈ 4 ഫാക്ടേഴ്സിനെ പ്രോഡക്റ്റ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊഡക്ഷൻ. ക്ലിയർ ആണോ? ലാൻഡ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സ് ആണ്. ലേബർ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് ആണ്. ദെൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം? മണി എന്ന് പറയാം. ദെൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഇതിനെ ഓർഗനൈസ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? ഓർഗനൈസേഷൻ എന്ന് പറയും. ക്ലിയർ ആണോ? തീർച്ചയായിട്ടും ഒരു ഉൽപാദന പ്രക്രിയയിൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ഇത് ഉപയോഗിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് റെമ്യൂണറേഷൻ ഉണ്ട്. അത് സാധാരണ PSC പരീക്ഷകളിൽ ചോദിച്ചു കാണാറുള്ളതാണ്. ലാൻഡിന്റെ പ്രതിഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെമ്യൂണറേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? റെന്റ് ആണെന്ന് പറയും, അല്ലെ? ഒരു ഉൽപാദന പ്രക്രിയയിൽ ലാൻഡ് ഏർപ്പെട്ട ലാൻഡിന് നമ്മൾ എന്ത് ഈടാക്കും, അല്ലെ എന്ത് കൊടുക്കേണ്ടി വരും? റെന്റ് കൊടുക്കേണ്ടി വരും. ലേബറിനാണെങ്കിലോ വേജസ് ആണോ? ക്യാപിറ്റലിനാണെങ്കിലോ, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നേരത്തെ സിമ്പിൾ ആയിട്ട് മണി എന്ന് പറയാം. ഇപ്പൊ ക്യാപിറ്റൽ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ഓർഗനൈസർക്ക് എന്ത് കിട്ടും? ലാഭം കിട്ടും. മനസ്സിലായോ? അപ്പോ ലാൻഡിന്റെ പ്രതിഫലം റെന്റ്, ലേബറിൻ്റെത് വേജ്, ക്യാപിറ്റലിൻ്റെത് ഇൻട്രസ്റ്റ്, ഓർഗനൈസേഷൻ്റെത് പ്രോഫിറ്റ്.
ക്ലിയർ? ഇങ്ങനെ ഈ ഫാക്ടേഴ്സിനെ പ്രോഡക്റ്റ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ നടത്തുന്ന ആളിനെ പ്രൊഡ്യൂസർ എന്ന് പറയും. ക്ലിയർ? അടുത്ത ഒരു കമ്പോണന്റ് ആണ് ഏതെന്ന് പറയുക? കൺസംഷൻ. എന്താ കൺസംഷൻ? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. എന്താണ്? ദ യൂസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. പറഞ്ഞേ, ദ യൂസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ക്ലിയർ ആണോ? നമ്മൾ ബൈ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുന്നു, ദെൻ അത് യൂസ് ചെയ്താൽ അത് കൺസംഷനായി. കൺസംഷൻ നടത്തുന്ന ആളുടെ പേര് കൺസ്യൂമർ. ക്ലിയർ? സംശയമുണ്ടോ? ക്ലിയർ ആണോ? ഈ കൺസ്യൂമറിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഈ കൺസ്യൂമറിന്റെ ബിഹേവിയറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനു മുന്നേ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന പ്രൊഡക്ഷനായി, കൺസംഷനായി, ദെൻ മൂന്നാമത്തെ ഒരു എക്കോണമിയിലെ ഒരു കമ്പോണന്റ് ആണ് എന്ന് പറയുക? ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. മനസ്സിലായോ? എന്താണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? എന്താണ്? ഇൻകത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ. ഇൻകത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ. ക്ലിയർ ആണോ? ഇൻകത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ. മനസ്സിലായോ? അപ്പൊ ഇതിനെ പ്രധാനപ്പെട്ട ബേസിക് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നും പറയാം. ഏതൊക്കെ? പ്രൊഡക്ഷൻ, കൺസംഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ക്ലിയർ ആണോ? സംശയമുണ്ടോ? ഈ ബേസിക് എക്കണോമിക് ആക്ടിവിറ്റീസും ദെൻ ബേസിക് കമ്പോണൻസ് ആയ പ്രൊഡക്ഷൻ, കൺസംഷൻ, ദെൻ ഗവൺമെന്റ് ആൻഡ് എക്സ്റ്റേണൽ സെക്ടർ, ഈ 4 സെക്ടേഴ്സിനെയും ഈ ആക്ടിവിറ്റീസിനെയും ഒക്കെ ഒരു എക്കോണമിയിൽ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടുന്ന പ്രിൻസിപ്പിൾസും തിയറീസും ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്, ഒരു സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് ആണ് നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുക. അങ്ങനെ പ്രൊഡക്ഷനും കൺസംഷനും ഡിസ്ട്രിബ്യൂഷനും പ്രധാനപ്പെട്ട ഒരു എക്കോണമിയിലെ ബേസിക് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നും, ദെൻ പ്രൊഡക്ഷൻ സെക്ടർ, കൺസംഷൻ സെക്ടർ, ഗവൺമെന്റ്, ദെൻ എക്സ്റ്റേണൽ സെക്ടർ, ഇത് ഈ 4 സെക്ടേഴ്സും ഒരു എക്കോണമിയിലെ പ്രധാനപ്പെട്ട കമ്പോണൻസ് അഥവാ സെക്ടേഴ്സ് എന്ന് നമുക്ക് പറയാം. മനസ്സിലായോ? അപ്പോൾ ഒരു എക്കോണമി, പ്രധാനമായിട്ട് ലോകത്ത് 3 തരത്തിലുള്ള എക്കോണമി ഉണ്ട്. ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് മിക്സ്ഡ് എക്കണോമിക് സിസ്റ്റം. അതിൽ എന്താണ് ക്യാപിറ്റലിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്കണോമിക് ആക്ടിവിറ്റീസ് ആയ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഓൺ ചെയ്യുന്നത് ആരാണെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് അഥവാ പ്രൈവറ്റ് ഓൺട്രപ്രണേഴ്സ് ആണെങ്കിൽ അത് ക്യാപിറ്റലിസം. ക്ലിയർ ആണോ? സംശയമുണ്ടോ? അപ്പോൾ ഒരു എക്കോണമിയിലെ ആക്ടിവിറ്റീസ് ആയ, നമ്മൾ 3 ആക്ടിവിറ്റീസിനെ കുറിച്ച് പറഞ്ഞു. പ്രൊഡക്ഷൻ പറഞ്ഞു, കൺസംഷൻ പറഞ്ഞു, ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു. അപ്പൊ കൺസംഷൻ കൺസ്യൂമറിന്റെ സൈഡാണ്. അപ്പോൾ അത് ഡിപ്പെൻസ്. ഒരു എക്കോണമിയിൽ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും കൺസ്യൂമേഴ്സ് ആണ്. അപ്പൊ കൺസംഷൻ എന്ന് പറഞ്ഞ പാർട്ട് നമുക്ക് വിടാം. പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും, ഉൽപാദനം നടത്തുമ്പോൾ കൊടുക്കേണ്ടുന്ന അതായത് ഉണ്ടാകുന്ന വരുമാനം എങ്ങനെ വിതരണം ചെയ്യപ്പെടും, അല്ലെ? ഡിസ്ട്രിബ്യൂഷൻ, വിതരണം, ഇൻകത്തിന്റെ വിതരണം, അത് ഓൺ ചെയ്യുന്നത് ആരാണെങ്കിൽ, ഒരു എക്കോണമിയിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ആണെങ്കിൽ അതിനെന്ത് വിളിക്കും? ക്യാപിറ്റലിസം എന്ന് വിളിക്കും. ഇനി പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആർ ഓൺഡ് ബൈ ഗവൺമെന്റ് ആണെങ്കിൽ അത്തരം എക്കണോമിക് സിസ്റ്റത്തെ നമ്മൾ സോഷ്യലിസ്റ്റ് എക്കണോമിക് സിസ്റ്റം എന്ന് വിളിക്കും. ദെൻ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആർ ഓൺഡ് ബൈ ബോത്ത് private individuals and government or called mixed economic system എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതാണ് എക്കണോമിക്, നമ്മുടെ ലോകത്തുള്ള എക്കണോമിക് സിസ്റ്റംസും. ദെൻ ഓരോ എക്കോണമിയിലും എന്തുണ്ട്? 4 എക്കണോമിക് എന്തുണ്ട്? കമ്പോണൻസ് ഉണ്ട്, അല്ലെങ്കിൽ സെക്ടേഴ്സ് ഉണ്ട്. അത് പ്രൊഡക്ഷൻ, കൺസംഷൻ, ഗവൺമെന്റ് ആൻഡ് എക്സ്റ്റേണൽ. ദെൻ ഈ ഏത് തരത്തിലുള്ള എക്കണോമി ആയിരുന്നാലും അവിടെ എക്കണോമി ഡീൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ. മനസ്സിലായോ? അപ്പോൾ ഒരു എക്കോണമി ഡീൽ ചെയ്യുന്ന പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ക്യാപിറ്റലിസ്റ്റ് അഥവാ പ്രൈവറ്റ് ഓൺട്രപ്രണേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക് സിസ്റ്റം എന്നും. വെരി ഗുഡ്. ദെൻ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഗവൺമെന്റ് ആണെങ്കിൽ അതിനെ പറഞ്ഞോളൂ, സോഷ്യലിസ്റ്റ് എക്കണോമിക് സിസ്റ്റം എന്നും. ദെൻ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ആരാണെങ്കിൽ രണ്ടുപേരും ചേർന്നാണെങ്കിൽ, ബോത്ത് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് ഗവൺമെന്റ് ആണെങ്കിൽ അതിന് നമ്മൾ എന്ത് വിളിക്കും? മിക്സ്ഡ് എക്കണോമിക് സിസ്റ്റം എന്ന് വിളിക്കും. ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് ഇൻട്രൊഡക്ഷൻ പാർട്ടിലൊക്കെ നമുക്ക് നന്നായിട്ട് നോക്കാം. അപ്പൊ
ഇതിന് അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഒരു നമുക്കൊരു ഒരു ഇൻട്രൊഡക്ഷൻ, അതായത് ഒരു ചെറുതായിട്ട് എനിക്ക് ഇന്ന് കയറേണ്ടുന്ന ഈ കൺസ്യൂമർ ബിഹേവിയർ ഡിസ്കസ് ചെയ്യേണ്ടതിന് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് ഇൻട്രൊഡക്ഷൻ ആണ് തന്നത്. അപ്പോൾ ഈ കൺസ്യൂമർ ബിഹേവിയർ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു കൺസംഷൻ നടത്തുന്ന ആളാണ് കൺസ്യൂമർ. ഈ കൺസംഷൻ എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസിക് എക്കണോമിക് ആക്ടിവിറ്റിയാണ്. എന്തുകൊണ്ട് അതിനെ ബേസിക് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയാൻ കാരണം, ട്രാൻസാക്ഷൻ, പണപരമായിട്ട് ട്രാൻസാക്ഷൻ നടന്നാൽ മാത്രമേ ഒരു കൺസ്യൂമറിന് സാധനങ്ങൾ മേടിക്കാനും അത് യൂസ് ചെയ്യാനും പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ആളെയാണ് നമ്മൾ കൺസ്യൂമർ എന്ന് പറയുക, അല്ലെ? അപ്പൊ കൺസ്യൂമർ ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് കൺസംഷൻ. എന്താണ് കൺസംഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ യൂസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. മനസ്സിലായോ? ദ യൂസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ക്ലിയർ? സംശയമുണ്ടോ? ഇതിനെ വിളിക്കുന്ന പേരാണ് കൺസംഷൻ. അത് ചെയ്യുന്ന ആളിനെ വിളിക്കുന്ന പേരാണ് കൺസ്യൂമർ. ഈ കൺസ്യൂമറിന്റെ ബിഹേവിയർ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിൽ പഠിക്കേണ്ടുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൈക്രോ എക്കണോമിക് തിയറിയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കൺസ്യൂമർ ബിഹേവിയർ. ക്ലിയർ ആണോ? ഞാനതിൽ എന്താണ് മൈക്രോ അതൊന്നും പറയാനായിട്ട് ഞാനിപ്പോൾ ശ്രമിക്കുന്നില്ല. അപ്പൊ അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, അതിലേക്കൊന്നും ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ അതൊക്കെ പഠിച്ചിട്ട് തന്നെ ഇതിലേക്ക് വരും. അപ്പോൾ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ കൺസ്യൂമർ ബിഹേവിയർ തന്നെ, എന്താണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് നമ്മളൊക്കെ കൺസ്യൂമർ ആണ്. എന്താണ് കൺസ്യൂമറിന്റെ ബിഹേവിയർ എന്താ? താൻ കൺസ്യൂം ചെയ്യുന്ന ഗുഡ്സിൽ നിന്നോ സർവീസിൽ നിന്നോ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. ഞാനൊരു ഷർട്ട് മേടിച്ച് ധരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിൽ നിന്ന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. ഇതാണ് എന്റെ ബിഹേവിയർ. ആണല്ലോ. ഇനി സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞ സാധനം ഞാൻ മേടിക്കില്ല. സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനോട് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ അത് മേടിച്ചുകൊണ്ടേയിരിക്കും, അല്ലെ? ഡിപ്പെൻസ്, പല ഫാക്ടേഴ്സ് ഉണ്ട്. അതിന് വില കൊടുക്കേണ്ടി വരും, നമ്മളിൽ പൈസ ഉണ്ടാവണം, നമ്മളിൽ ഇൻകം ഉണ്ടാവണം, ശരിയാണല്ലോ? അപ്പൊ അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഒരു കൺസ്യൂമറിന്റെ ബിഹേവിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ, താൻ കൺസ്യൂം ചെയ്യുന്ന ഗുഡ്സിൽ നിന്നോ സർവീസിൽ നിന്നോ അവൻ എന്ത് കിട്ടണം? മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. ഇതാണ് കൺസ്യൂമർ ബിഹേവിയർ. അപ്പൊ ഈ കൺസ്യൂമർ ബിഹേവിയർ, അതായത് ഒരു കൺസ്യൂമറിന്റെ ബിഹേവിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? താൻ കൺസ്യൂം ചെയ്യുന്ന ഗുഡ്സിൽ നിന്നോ സർവീസിൽ നിന്നോ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ അവൻ അത് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ അവൻ ആദ്യം അത് കൺസ്യൂം ചെയ്യണം. അങ്ങനെ കൺസ്യൂം ചെയ്യണമെങ്കിൽ ആദ്യം അത് വാങ്ങണം. മനസ്സിലായോ? ഇപ്പൊ വാങ്ങുക എന്നതിന് നമ്മൾ എക്കണോമിക്സ് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഡിമാൻഡ് ചെയ്യണം. അപ്പോൾ ഡിമാൻഡ് ഫുള്ളി ഡിപ്പെൻഡ്സ് ഓൺ പ്രൈസ്, അല്ലെ? ഫുള്ളി എന്ന് പറയാൻ നമുക്ക് വരുന്നില്ല, എന്നാലും ഡിമാൻഡ് തീർച്ചയായിട്ടും പ്രൈസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക കൂടുതൽ. എന്നാൽ ഡിമാൻഡ് ഡിറ്റർമിൻ ചെയ്യുന്ന നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട്. ക്ലിയർ? ഇപ്പൊ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ചേ വാങ്ങും, പ്രൈസ് കുറഞ്ഞാൽ കൂടുതൽ വാങ്ങും. പക്ഷെ അത് പ്രൈസുമായിട്ട് നോക്കുമ്പോൾ, പക്ഷെ പ്രൈസ് അല്ലാതെ ഇപ്പൊ നമ്മുടെ നമുക്ക് വരുമാനം ഇല്ല, ഒരു സാധനത്തിന്റെ വില ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുന്നു, നമുക്ക് വാങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇൻകവും എന്താണ്? ഡിമാൻഡ് ഡിറ്റർമിൻ ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ്. ക്ലിയർ ആണോ? ഇനി എനിക്ക് ഒരു സാധനം കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എന്റെ ടേസ്റ്റ് ആൻഡ് ബിഹേവിയർ, മനസ്സിലായോ? എന്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, എനിക്ക് ആ സാധനം മതി. ക്ലിയർ? സംശയമുണ്ടോ? ഞാൻ എന്താ അത് ഡിമാൻഡ് ചെയ്യാൻ കൂടുതൽ ആഗ്രഹിക്കപ്പെടും, അല്ലെ? അല്ലെങ്കിൽ ഡിമാൻഡ് നടത്താൻ ഞാൻ താല്പര്യപ്പെടും. മനസ്സിലായോ? അപ്പൊ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, ഇൻകം, പ്രൈസ്, ഇതൊക്കെ ഡിമാൻഡ് ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. മനസ്സിലായോ? അപ്പോൾ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കൺസ്യൂമറിന്റെ ബിഹേവിയർ, അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ ഡിമാൻഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, പ്രൈസ് കുറഞ്ഞിരിക്കുമ്പോൾ അയാൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യും, എന്നാൽ പ്രൈസ് കൂടുമ്പോഴോ അയാൾ വളരെ കുറച്ചേ ഡിമാൻഡ് ചെയ്യൂ. മനസ്സിലായോ? ഇതാണ് ഒരു സാധാരണ ഒരു കൺസ്യൂമറുടെ ബിഹേവിയർ. ഈ കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ ആളാണ് ഈ പറഞ്ഞ ആൽഫ്രഡ് മാർഷൽ. ആരാണ്? ആൽഫ്രഡ് മാർഷൽ. അത് ഞാൻ ഇവിടെ കൊടുത്തില്ല, ഇതൊക്കെ നമ്മൾ പഠിച്ചാൽ ഇങ്ങോട്ട് വരണേ. മനസ്സിലായല്ലോ? അപ്പോൾ ഈ കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ ഒരാളാണ് ആൽഫ്രഡ് മാർഷൽ. അദ്ദേഹത്തിന്റെ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി തിയറി നമുക്കിത് പഠിക്കാനുണ്ട്, ഇവിടെ തന്നെ പഠിക്കാനുണ്ട്, ഇതിന്റെ തുടക്ക പാർട്ടിൽ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ലോ ഓഫ് ഡിമാൻഡ്, അദ്ദേഹത്തിന് തന്നെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പോൾ ഈ ആശയങ്ങളൊക്കെ ഒരു കൺസ്യൂമറിന്റെ സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യേണ്ടുന്ന പല ടൂൾസ് ആൽഫ്രഡ് മാർഷൽ വികസിപ്പിച്ചെടുത്ത കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ പഠിച്ചതിന് ശേഷം നമുക്ക് പഠിക്കേണ്ട ഒരു കുഞ്ഞു ടോപ്പിക്കാണ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റീസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഏത്? കൺസ്യൂമർ ബിഹേവിയറിനകത്ത് വരുന്ന നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റീസ്. എനിക്ക് തോന്നുന്നു നമ്മുടെ സിലബസിൽ കൺസ്യൂമർ ബിഹേവിയർ പഠിക്കുമ്പോൾ
ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ് ഈ പറയുന്ന നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി. ഈ അവസാനത്തെ ടോപ്പിക് ആയതുകൊണ്ട് തന്നെയാണ് ഈ കൺസ്യൂമറിനെ കുറിച്ച് പറയേണ്ടി എനിക്ക് ഇത്രയും വന്നത്. മനസ്സിലായോ? ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടായിരിക്കും. കുറെ കൺസ്യൂമർ ബിഹേവിയർ നമ്മളൊന്നും പറഞ്ഞില്ല. അതിന്റെ ബിഹേവിയർ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലെ, നമ്മളൊക്കെ കൺസ്യൂമർ ആണ്. നമ്മുടെ എയിം എന്താണ്? മാക്സിമം സാറ്റിസ്ഫാക്ഷൻ നേടിയെടുക്കുക. മനസ്സിലായോ? ഈ സാറ്റിസ്ഫാക്ഷനെ എക്കണോമിക്സിൽ ഉപയോഗിച്ച ടേമാണ് ഏത്? യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുക. എന്ത് മാക്സിമൈസ് ചെയ്യുക? യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുക. ക്ലിയർ ആണോ? അപ്പോ അങ്ങനെ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുന്ന ഒരു കൺസ്യൂമറിന്റെ ബിഹേവിയർ ക്ലിയർ. അങ്ങനെ അവന് യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യണമെങ്കിൽ അവൻ ആദ്യം അത് ഡിമാൻഡ് ചെയ്യണം. ക്ലിയർ ആണ്? ആ പ്രോഡക്റ്റ് അവൻ ഡിമാൻഡ് ചെയ്യണം. അല്ലെ, ഡിമാൻഡ് എന്താണെന്നൊക്കെ നമ്മൾ ആദ്യത്തെ പാർട്ടിൽ നമ്മളത് പഠിക്കും. എന്താണ് ഡിമാൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു ഡെഫിനിഷൻ പെട്ടെന്ന് പറയാം. ഇസ് ദ ഡിസയർ ബാക്ക്ഡ് ബൈ എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു പേ ഫോർ ദ കമോഡിറ്റി. ക്ലിയർ? ഒരു സാധനം വാങ്ങേണ്ടുന്ന ആഗ്രഹത്തോടൊപ്പം അതിന് വില കൊടുക്കേണ്ട കഴിവും കൂടെ ഉണ്ടെങ്കിൽ ചേരുമ്പോഴാണ് ഇതും കൂടെ വില കൊടുക്കേണ്ട കഴിവും കൂടെ ചേരുമ്പോഴാണ് ഒരു പ്രോഡക്റ്റ് ഡിമാൻഡ് ചെയ്യപ്പെട്ടു എന്ന് പറയുക. അല്ലെ, എന്താണ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു പ്രോഡക്റ്റ് ഡിമാൻഡ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് ആ സാധനം വാങ്ങാൻ ആദ്യം ആഗ്രഹം ഉണ്ടാവണം. ക്ലിയർ? ഞാനൊരു ബേക്കറിയിൽ മുന്നേ കൂടെ പോയി. മനസ്സിലായോ? ബേക്കറിയുടെ മുന്നേ കൂടെ പോയപ്പോൾ ഒരു ജിലേബി ഇരിപ്പുണ്ട്. എനിക്ക് വാങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി. മനസ്സിലായോ? ആഗ്രഹത്തെ തുടർന്ന് ആഗ്രഹം മാത്രം ഉണ്ടായാൽ മതിയോ? നോ, അതിനെനിക്ക് വില കൊടുക്കേണ്ടുന്ന എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ഇത്രയും ചേരുമ്പോൾ എന്തുണ്ടായി? ഡിമാൻഡ് ഉണ്ടായി. മനസ്സിലായോ? അപ്പോ ഡിമാൻഡ് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എബിലിറ്റി, വില്ലിംഗ്നെസ്, പ്രൈസ് ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക പ്രൈസ് ആണ്. ലോ ഓഫ് ഡിമാൻഡിൽ പറയുന്നത് എന്താണ്? വെൻ പ്രൈസ് ഇൻക്രീസസ് ഡിമാൻഡ് ഡിക്രീസ്, വെൻ പ്രൈസ് ഡിക്രീസ് ഡിമാൻഡ് ഇൻക്രീസ് ആണല്ലോ. ആൽഫ്രഡ് മാർഷൽ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ഇതൊരു കൺസ്യൂമർ ബിഹേവിയർ ആണ്. പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻ റിലേഷൻ വിത്ത് പ്രൈസ് ഡിമാൻഡിന്റെ റിലേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈസുമായിട്ട് ഡിമാൻഡ് റിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ പ്രൈസ് കൂടിയിരുന്നാൽ കുറച്ചേ ഡിമാൻഡ് ചെയ്യും, പ്രൈസ് കുറഞ്ഞിരുന്നാൽ കൂടുതൽ ഡിമാൻഡ് ചെയ്യും. ഇതൊരു കൺസ്യൂമർ, നമ്മളൊക്കെ കൺസ്യൂമർ ആണ്. വില കുറവാണെങ്കിൽ നമ്മൾ ഒരുപാട് വാങ്ങിക്കും, വില കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യില്ല, കുറച്ച് വാങ്ങും. മനസ്സിലായോ? എന്നാൽ നിങ്ങൾ ഇപ്പൊ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവും, സാറേ ഡിമാൻഡ് പ്രൈസിന് മാത്രമല്ലല്ലോ, അപ്പോ അല്ലാതെയും ഘടകങ്ങളും ഡിമാൻഡ് ഡിറ്റർമിൻ ചെയ്യുമല്ലോ. ഈ പ്രൈസ് കൂടിയിരിക്കുമ്പോൾ ഞാൻ ചില സാധനങ്ങൾ കൂടുതൽ വാങ്ങുമല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ അതൊക്കെ ഈ ലോ ഓഫ് ഡിമാൻഡിന്റെ ക്രിറ്റിസിസം. മനസ്സിലായോ? ഈ ക്രിറ്റിസിസം കുറെ ആൾക്കാർ പറഞ്ഞു. കുറെ ആൾക്കാർ ഈ ആൽഫ്രഡ് മാർഷലിന്റെ ലോ ഓഫ് ഡിമാൻഡിനെ ക്രിട്ടിസൈസ് ചെയ്തു. ലോ ഓഫ് ഡിമാൻഡ് എന്താ പറയണേ? പ്രൈസ് കൂടി ഡിമാൻഡ് കുറയും, പ്രൈസ് കുറഞ്ഞ ഡിമാൻഡ് കൂടും. ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തു. മനസ്സിലായോ? അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തുണ്ടായ പ്രധാനപ്പെട്ട 3 എഫക്റ്റുകളാണ് ബാൻഡ് വാഗൺ എഫക്റ്റ്, സ്നോബ് എഫക്റ്റ്, വെബ്ലൻ എഫക്റ്റ്. ക്ലിയർ ആണോ? എന്തൊക്കെയാണ്? ബാൻഡ് വാഗൺ എഫക്റ്റ്, സ്നോബ് എഫക്റ്റ്, പിന്നെന്താ? വെബ്ലൻ എഫക്റ്റ്. ക്ലിയർ ആണോ? ഇതൊക്കെയാണ് ബാൻഡ് വാഗൺ എഫക്റ്റ്, സ്നോബ് എഫക്റ്റ് ആൻഡ് വെബ്ലൻ എഫക്റ്റ്. ക്ലിയർ ആണോ? ഇതിൽ ബാൻഡ് വാഗൺ എഫക്റ്റ് മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ ആണോ? എന്ത് മാത്രമാണ്? ബാൻഡ് വാഗൺ എഫക്റ്റ്. ക്ലിയർ? ഈ ബാൻഡ് വാഗൺ എഫക്റ്റ് ആയാലും ശരി തന്നെ, ദെൻ ഇവിടെ നോക്കൂ, ബാൻഡ് വാഗൺ എഫക്റ്റ് ആയാലും ശരി തന്നെ, സ്നോബ് എഫക്റ്റ് ആയാലും ശരി തന്നെ, വെബ്ലൻ എഫക്റ്റ് ആയാലും ശരി തന്നെ, ഇത് മൂന്നും പറഞ്ഞത്, ഈ മൂന്നിനെ കുറിച്ച് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ആളുടെ പേരാണ് ഹാർവേ ലെബൻസ്റ്റൈൻ. ക്ലിയർ ആണോ? ആരാണ്? ഹാർവേ ലെബൻസ്റ്റൈൻ. ക്ലിയർ ആണോ? സംശയമുണ്ടോ? ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുന്നു. ക്ലിയർ ആണോ? ഇതാണ് ഹാർവേ ലെബൻസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റ് ആണ് ബാൻഡ് വാഗൺ എഫക്റ്റും സ്നോബ് എഫക്റ്റും വെബ്ലൻ എഫക്റ്റും പറഞ്ഞത്. ഈ 3 എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, പ്രൈസും ഡിമാൻഡും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞു. പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കൂടും. മനസ്സിലായോ? പിന്നെ ചില ഘട്ടങ്ങളിലും എങ്കിലും അത് അങ്ങനെ അല്ല. ഡിമാൻഡിനെ പ്രൈസ് എന്ന ഫാക്ടറിനെ മാത്രം വെച്ച് പറയാൻ പറ്റില്ല. അതർ ഫാക്ടേഴ്സും കാരണമാകാം. അതർ ഫാക്ടേഴ്സ് വഴി അല്ലെങ്കിൽ തേർഡ് ഫാക്ടർ വഴി, പ്രൈസും ഡിമാൻഡും അല്ലാതെ മറ്റൊരു ഫാക്ടർ വഴി, തേർഡ് ഫാക്ടർ വഴി
ഒരു പക്ഷെ പ്രൈസ് കൂടിയാലും ഡിമാൻഡ് കൂടാം. ഇനി ഒരു പക്ഷെ പ്രൈസ് തീരെ കുറഞ്ഞു പോയാലും ഡിമാൻഡ് കൂടില്ല. പിന്നെ എന്ത് ചെയ്യാം? കുറയാം. ലോ ഓഫ് ഡിമാൻഡ് പറഞ്ഞാൽ പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കൂടുമെന്നാണ്. മനസ്സിലായോ? പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കുറയുമെന്നാണ്. പക്ഷെ ഇവർ പറയുന്നത് ഈ ബാൻഡ് വാഗൺ എഫക്റ്റ് അനുസരിച്ചും സ്നോബ് വെബ്ലൻ, മനസ്സിലായോ? ഈ മൂന്ന് എഫക്റ്റ് അനുസരിച്ചിട്ട് ഇതിന്റെ ഒരു കോൺട്രഡക്ടറി സിറ്റുവേഷൻ ആണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പറയാൻ പോകുന്നത്. പാരഡോക്സ് വരെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഈ മൂന്ന് ആശയങ്ങൾ, ബാൻഡ് വാഗൺ ആയിക്കോട്ടെ, സ്നോബ് ആയിക്കൊള്ളട്ടെ, വെബ്ലൻ ആയിക്കോട്ടെ, ഈ മൂന്ന് എഫക്റ്റുകളും ഈ മൂന്ന് എഫക്റ്റുകളെ കുറിച്ച് വളരെ നല്ലതായിട്ട് എക്കണോമിക്സിൽ വിശദീകരിച്ച എക്കോണമിസ്റ്റ് ആണ് ഹാർവേ ലെബൻസ്റ്റീൻ എന്ന് പറയുന്ന ആൾ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഈ മൂന്നെണ്ണത്തിനെ നമുക്ക് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറയാം. എന്ത് പറയാം? പറഞ്ഞ എല്ലാവരും പേര് പറഞ്ഞേ. നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റീസ്. പേര് പറഞ്ഞേ. എന്ത് പറയണേ? നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റീസ്. എന്താണ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, one individual's utility for a good depends on the number of other people who consume the commodity. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ശ്രദ്ധിച്ചോളൂ. എന്താ പറയണേ? ഈ ബാൻഡ് വാഗൺ എഫക്റ്റ് ആയാലും സ്നോബ് ആയാലും വെബ്ലൻ ആയാലും കൺസ്യൂമർ ബിഹേവിയർ പറയുന്ന മൂന്നാശയങ്ങളാണ് ഈ മൂന്ന് പോയിന്റ്. ഏതൊക്കെ എഫക്റ്റ്? ബാൻഡ് വാഗണും സ്നോബും വെബ്ലനും. എന്ത് പറയുന്നതാണ്? ഒരു കൺസ്യൂമറിന്റെ ബിഹേവിയർ പറയുന്നതാണ്. ഈ മൂന്നിനെ നമുക്ക് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറയാം. എന്ത് പറയാം? നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റീസ്. എന്താണ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളുടെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഡിമാൻഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് മറ്റു വ്യക്തികൾ ആ കമോഡിറ്റി എങ്ങനെ കൺസ്യൂം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. എന്താണ്? ഞാൻ എന്ന വ്യക്തി ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഡിമാൻഡ് ചെയ്യുക, ആ ഡിമാൻഡ് ചെയ്യുക വഴി കൺസ്യൂമറായ സാറിന് കിട്ടുന്ന യൂട്ടിലിറ്റി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ഞാൻ ഡിമാൻഡ് ചെയ്യുക വഴി എനിക്ക് യൂട്ടിലിറ്റി അഥവാ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യിക്കും? നമ്പർ ഓഫ് അതർ പീപ്പിൾ ഹു കൺസ്യൂം ദ കമോഡിറ്റി. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ദ നമ്പർ ഓഫ് അതർ പീപ്പിൾ ഹു കൺസ്യൂം ദ കമോഡിറ്റി. ക്ലിയർ ആണോ എന്ന് പറഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറയാൻ ശ്രമിച്ചാൽ, ഇപ്പോ ഒരു പ്രത്യേക ഒരു മൊബൈലിന്റെ ഒരു പ്രത്യേക ബ്രാൻഡ് ഭയങ്കര പോപ്പുലറാണ്. അപ്പോ ഭയങ്കര പോപ്പുലറാണ്, ഒത്തിരി ഫീച്ചേഴ്സ് ഉള്ള ഒരു മൊബൈൽ ഫോണാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് വാങ്ങുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ റിവ്യൂ ചെയ്യുന്നുണ്ട്, ഭയങ്കര നല്ല ഫോണാണ് എന്ന് പറയുന്നുണ്ട്. ഭയങ്കര ട്രെൻഡാണ്. ആ മൊബൈൽ വിറ്റുപോകും. ഭയങ്കര ട്രെൻഡ് മീൻസ് ആ മൊബൈൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രസ്റ്റീജ് പോലെ. ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ. അത് നമുക്ക് ആ വാക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ പാടില്ല, കാരണം അത് വെബ്ലനായിട്ട് മറ്റൊരു തിയറിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഭയങ്കര പോപ്പുലർ ആണ് ആ ഡിമാൻഡ്. ആ മൊബൈൽ നല്ല പോപ്പുലർ ആണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ പോപ്പുലർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അതർ പീപ്പിൾ ഹു കൺസ്യൂം ദ കമോഡിറ്റീസ് മോർ. അല്ലെ, മറ്റുള്ള ആൾക്കാർ ആ പർട്ടിക്കുലർ മൊബൈലിന്റെ ആ ബ്രാൻഡ് വാങ്ങുന്നത് ഭയങ്കര കൂടുതലാണ്. മനസ്സിലായോ? അങ്ങനെ കൂടുതലായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എന്നുള്ള ഇൻഡിവിജ്വൽ നോക്കും, അപ്പടാ ഈ ഒരു മൊബൈൽ ഫോൺ ഒരുപാട് വിറ്റ് പോകുന്നു, അല്ലെങ്കിൽ ഒരുപാട് റിവ്യൂസ് അതിനുണ്ട്, ഒരുപാട് ട്രെൻഡിയാണ് ഇപ്പോ, നമുക്കതിപ്പോ ഇത് വാങ്ങിയാൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് കണ്ട് വില പരിഗണിക്കാതെ ആ ഒരു പ്രോഡക്റ്റിന്റെ പോപ്പുലാരിറ്റി മാത്രം പരിഗണിച്ചുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യാം? കൂടാം. അപ്പൊ ഇവിടെ വിലയാണോ പ്രാധാന്യമായത്? അല്ല. പിന്നെന്താ? ആ ഒരു പ്രോഡക്റ്റിന്റെ പോപ്പുലാരിറ്റി കൊണ്ട് എന്ത് ചെയ്തു? ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ്
കൂടി, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ യൂട്ടിലിറ്റി ആ ഒരു ഗുഡിൽ നിന്ന് കിട്ടിയത് വളരെ കൂടി. കാരണം മറ്റുള്ള ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നു, അവർ നല്ല റിവ്യൂ പറയുന്നു, അപ്പൊ അത് ഞാൻ മേടിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി കൂടും. അങ്ങനെ പറയുന്ന ഇതിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറയുക. മനസ്സിലായോ? സംശയമുണ്ടോ? അപ്പൊ ഇങ്ങനെ നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റീസ് പറയുന്ന 3 ആശയങ്ങളാണ് ബാൻഡ് വാഗൺ, സ്നോബ്, വെബ്ലൻ. ഈ നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റീസ് 2 തരത്തിലുണ്ട്. പോസിറ്റീവ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി, 2 നെഗറ്റീവ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി. പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്? മറ്റുള്ള ആൾക്കാര് ഒരു പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുക വഴി, കൂടുതൽ കൺസ്യൂം ചെയ്യുക വഴി, അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് കൂടുതൽ പോപ്പുലർ ആയിരിക്കുമ്പോൾ ഞാൻ എന്ന കൺസ്യൂമറിന്, ഞാൻ ആ ബ്രാൻഡ് മേടിച്ചു, അപ്പൊ എനിക്ക് മാക്സിമം യൂട്ടിലിറ്റി കിട്ടിയാൽ, അല്ലെങ്കിൽ ഞാൻ ആ പ്രോഡക്റ്റ് ഡിമാൻഡ് ചെയ്യാൻ ശ്രമിച്ചാൽ, ശരിയല്ലേ? പോപ്പുലാരിറ്റി കൂടി, ഞാൻ ഡിമാൻഡ് ചെയ്യാൻ ശ്രമിച്ചു, ഡിമാൻഡ് കൂടി. ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ അത് പോസിറ്റീവ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി എന്ന് പറയാം. തിരിച്ചാണെങ്കിൽ എങ്ങനെയെങ്കിൽ കുറെ ആൾക്കാർ അത് മേടിക്കുന്നു, അതുകൊണ്ട് ഞാൻ എന്ന കൺസ്യൂമർ അത് വാങ്ങാൻ ഇഷ്ടപ്പെടുന്നില്ല, ഡിമാൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് യൂട്ടിലിറ്റി തെല്ലോ ഇല്ല. അങ്ങനെയെങ്കിൽ അത് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിയും ആയിരിക്കും. ഇവിടെ ബാൻഡ് വാഗൺ എഫക്റ്റ് പറയണേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ്? ഒരു പ്രത്യേക പ്രോഡക്റ്റിന്റെ പോപ്പുലാരിറ്റി ട്രെൻഡി ആണ്, അല്ലെങ്കിൽ പോപ്പുലാരിറ്റി ഹൈ ആണ്, അതിന്റെ റിവ്യൂസ് വെരി ഹൈ ആണ്. അപ്പോ എന്താ? ദ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ഓർ സർവീസസ് ഇൻക്രീസസ്. റിസൾട്ട് എന്താ? ദ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ഓർ സർവീസ് ഇൻക്രീസ് ചെയ്യും. റീസൺ എന്താ? ആസ് മോർ പീപ്പിൾ പർച്ചേസ് ഓർ കൺസ്യൂം ഇറ്റ്. ക്ലിയർ? എങ്ങനെ? ഡ്രിവൻ ബൈ ദ പെർസെപ്ഷൻ ഓഫ് ഇറ്റ്സ് പോപ്പുലാരിറ്റി. ഒരു പ്രത്യേക പ്രോഡക്റ്റിന്റെ പോപ്പുലാരിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആൾക്കാർ അത് കൺസ്യൂം ചെയ്തു. അങ്ങനെയെങ്കിൽ ആ ഒരു പ്രത്യേക പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കൂടിയാൽ, പോപ്പുലാരിറ്റി കൂടിയാൽ, ഡിമാൻഡ് കൂടിയാൽ, ആ ഡിമാൻഡ് കൂടുക വഴി അത് ഞാൻ മേടിക്കണമെങ്കിൽ എന്റെ യൂട്ടിലിറ്റി കൂടിയാൽ, അങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ടായെങ്കിൽ ആ എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ബാൻഡ് വാഗൺ എഫക്റ്റ്. മനസ്സിലായോ? എന്ത് എഫക്റ്റ്? ബാൻഡ് വാഗൺ എഫക്റ്റ്. ക്ലിയർ ആണോ? ഇപ്പൊ എന്താണ് ബാൻഡ് വാഗൺ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൈസ് അല്ല അവിടെ ഡിറ്റർമിൻ ചെയ്തത്, ആ ഒരു പ്രോഡക്റ്റിന്റെ പോപ്പുലാരിറ്റി, അതർ ഫാക്ടർ. മനസ്സിലായോ? മറ്റൊരു തേർഡ് ഫാക്ടർ. മനസ്സിലായോ? എന്ത് ചെയ്തു? ആ തേർഡ് ഫാക്ടർ എന്താ? പ്രൈസ് ഒന്നുമല്ല. എന്താണ്? ആ ഒരു പ്രോഡക്റ്റിന്റെ പോപ്പുലാരിറ്റി ഭയങ്കരമായിട്ട് കൂടി. ഇപ്പൊ റിസൾട്ട് എന്താ? അത് തന്നെ വാങ്ങാൻ ഞാനോ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരോ ശ്രമിക്കാം. മനസ്സിലായോ? അങ്ങനെ ഡിമാൻഡ് കൂടിയാൽ, മനസ്സിലായോ, ആ എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ബാൻഡ് വാഗൺ എഫക്റ്റ്. അപ്പോ ബാൻഡ് വാഗൺ എഫക്റ്റിന്റെ പ്രത്യേകത എന്താ? അത് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണോ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണോ? എന്താ നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചത്? എന്ത് മനസ്സിലാക്കി? പോസിറ്റീവ് ആണ് അല്ലെ? എന്താ? പോപ്പുലാരിറ്റി കൂടി, ഡിമാൻഡും കൂടി അല്ലെ? പോപ്പുലാരിറ്റി കൂടി, അതുകൊണ്ട് തന്നെ ഞാൻ ഡിമാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റിയും കൺസ്യൂമർ എന്ന രീതിക്ക് എന്റെ ബിഹേവിയർ, എല്ലാവരും വാങ്ങുന്നുണ്ട്, നല്ല ഫീച്ചേഴ്സ് ഉണ്ട്, അപ്പൊ എന്റെ യൂട്ടിലിറ്റിയും കൂടും, അപ്പൊ എനിക്കും എന്റെ ആ പ്രോഡക്റ്റ് ഉണ്ടല്ലോ, അപ്പൊ എന്റെ യൂട്ടിലിറ്റിയും കൂടും. അങ്ങനെ കൂടിയാൽ ആ എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ബാൻഡ് വാഗൺ എഫക്റ്റ്. ക്ലിയർ ആണോ? പ്രൈസ് അല്ല, പ്രൈസിനേക്കാൾ ഉപരി അതർ ഫാക്ടർ. മനസ്സിലായോ? ഇവിടെ പ്രൈസ് കുറയൊക്കെ ചെയ്യാം. നമ്മൾ അത് കർവ് പിടിക്കുമ്പോൾ, നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കുമ്പോൾ പ്രൈസ് കുറഞ്ഞ് നമ്മളൊരു ഗ്രാഫൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ നമുക്കറിയാം പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടും. പക്ഷെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടുന്നതിനേക്കാളും അധികമായിട്ട് ഈ ബാൻഡ് വാഗൺ എഫക്റ്റ് വഴി, അതായത് പോപ്പുലാരിറ്റി വഴി ആ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കൂടാം. മനസ്സിലായോ? ഇതിനെ വിളിക്കുന്ന പേരാണ് ബാൻഡ് വാഗൺ എഫക്റ്റ്. അപ്പോൾ പോപ്പുലാരിറ്റി എന്ന തേർഡ് ഫാക്ടർ വഴി ഒരു പ്രത്യേക ഗുഡ്സിന്റെയോ സർവീസസിന്റെയോ ഡിമാൻഡ് കൂടിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഏതെന്ന് വിളിക്കുക? എന്ത് വിളിക്കുക? ബാൻഡ് വാഗൺ എഫക്റ്റ്. അപ്പൊ ഈ ബാൻഡ് വാഗൺ എഫക്റ്റ് എന്താ പറയുക? ഒരു നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി തിയറിയാണ്. ഇവിടെ പോപ്പുലാരിറ്റി കൂടി, ഡിമാൻഡും കൂടി, അതുകൊണ്ട് ഡയറക്റ്റ് റിലേഷൻ ആണ്. അതുകൊണ്ട് ഏത് എക്സ്റ്റേണാലിറ്റി എന്ന് നിങ്ങൾ പറയും? പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് പറയും.
ക്ലിയർ ആണോ? അപ്പൊ 3 പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ക്ലിയർ ആണോ? ബാൻഡ് വാഗൺ എഫക്ട് എന്താ? ഒരു നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി ആണ്. എന്താണ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി? എന്താണ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി? ഓൺ ഇൻഡിവിജ്വൽസ് യൂട്ടിലിറ്റി ഫോർ എ ഗുഡ്, ഓർ യൂട്ടിലിറ്റി എന്നുള്ളടത്ത് നിങ്ങൾ ഓൺസ് ഇൻഡിവിജ്വൽസ് ഡിമാൻഡ് ഫോർ എ ഗുഡ് ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് അതർ പീപ്പിൾ ഹു കൺസ്യൂം ദ കമോഡിറ്റി. നമ്പർ ഓഫ് അതർ പീപ്പിൾ കൺസ്യൂം ദ കമോഡിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? പോപ്പുലാരിറ്റി അല്ലേ? അപ്പൊ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പോപ്പുലാരിറ്റി എന്ന് പറയേണ്ടി വരും അല്ലേ? അപ്പൊ ദ നമ്പർ ഓഫ് ദ അതർ പീപ്പിൾ ഹു കൺസ്യൂം ദ കമോഡിറ്റി. അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? പോപ്പുലാരിറ്റി കൂടുമ്പോൾ ഡിമാൻഡ് കൂടിയാൽ അത് പോസിറ്റീവ് ആണ്. ഇനി നെഗറ്റീവ് എന്താ? പോപ്പുലാരിറ്റി, നമ്പർ ഓഫ് പീപ്പിൾ കൺസ്യൂം ചെയ്യുമ്പോൾ ഞാനെന്ന് പറയുന്ന കൺസ്യൂമർ ചിന്തിക്കുകയാണ്, വേണ്ട, അത് മേടിക്കണ്ട. എന്താണ്? എല്ലാവരുടെ കയ്യിൽ അതുണ്ട്, ഞാൻ അത് മേടിക്കുന്നില്ല. മനസ്സിലായോ? ഞാൻ എപ്പോഴും ഒരു യുണീക്ക് ആയിട്ടുള്ള സംഭവം ഇഷ്ടപ്പെടുന്നതാണ്, എല്ലാവരുടെ കയ്യിലും ഉണ്ട്, ഞാൻ അതൊന്നും മേടിക്കുന്നില്ല. മനസ്സിലായോ? അത് എന്താണ്? നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് സ്നോബ് എഫക്റ്റ്. എന്താണ് സ്നോബ്? നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നില്ല. അതെന്താണ്? സ്നോബ്. എന്താ ഇപ്പൊ സ്നോബ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോപ്പുലാരിറ്റി കൂടിയാൽ, ഒരു നിശ്ചിത ഒരു മൊബൈലിന്റെ പോപ്പുലാരിറ്റി കൂടിയാൽ ഞാൻ എന്ന കൺസ്യൂമർ അത് വാങ്ങില്ല, എല്ലാവരും ഉണ്ട്. പിന്നെ എന്തിനാ ഞാൻ എന്ത് ചെയ്യും? വെറൈറ്റി തേടി മറ്റൊരെണ്ണം മേടിക്കും. മനസ്സിലായോ? അപ്പോ ആ ഒരു പോപ്പുലറായി നിൽക്കുന്ന ആ ഒരു ബ്രാൻഡിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യാം? ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല. മനസ്സിലായോ? അതുവരെ ഞാനൊന്ന് വാങ്ങിച്ചില്ല, അല്ലെങ്കിൽ എന്നെ പോലുള്ള കുറെ ആൾക്കാർ മേടിച്ചില്ല. അങ്ങനെ ഡിമാൻഡ് അത്ര കണ്ട് കൂടിയില്ല എന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്നോബ് എഫക്റ്റ്. അപ്പൊ അവിടെ ഒരു ഓപ്പോസിറ്റ് റിലേഷൻ ആണ് അല്ലെ? പോപ്പുലാരിറ്റി കൂടിയപ്പോൾ അത് മേടിച്ചില്ല, ഡിമാൻഡ് ചെയ്തില്ല. അപ്പോ പോപ്പുലാരിറ്റി കൂടി, ഡിമാൻഡ് കുറഞ്ഞു. അങ്ങനെയെങ്കിൽ അത് സ്നോബ് എഫക്റ്റ് എന്ന് പറയണം. മനസ്സിലായോ? അപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇപ്പൊ ശ്രമിക്കുന്നത് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റീസ് ആണ്. ബാൻഡ് വാഗൺ എഫക്ട്, സ്നോബ് എഫക്ട്, വെബ്ലൻ എഫക്ട്, ഇത് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റീസ് ആണ്. സാർ ആദ്യം പറയാൻ പോയത് എന്താണ്? നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റീസ് എന്താണെന്ന് പറഞ്ഞു. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കൺസ്യൂമർ ബിഹേവിയറിനകത്ത് നിന്നുകൊണ്ടാണ്. അപ്പൊ അത് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റീസ് എന്താണെന്ന് പറഞ്ഞു. എന്താണ് നമ്മൾ പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? ഒരാളുടെ, ഒരു ഇൻഡിവിജ്വലിന്റെ യൂട്ടിലിറ്റി അല്ലെ, ഒരു ഇൻഡിവിജ്വൽ ഗുഡ്സോ സർവീസോ കൺസ്യൂം ചെയ്യുക വഴി ലഭിക്കുന്ന യൂട്ടിലിറ്റി, അല്ലെങ്കിൽ അതിന് ഡിമാൻഡ് ചെയ്യാൻ വേണ്ടി പ്രാപ്തമാക്കുന്നത് fully depends on the number of other people who consume the commodity ആണെങ്കിൽ അതിനെയാണ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി, തേർഡ് ഫാക്ടർ, നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി എന്ന് പറയുക. പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. പോപ്പുലാരിറ്റി, അതായത് അതർ പീപ്പിൾ ഹു കൺസ്യൂം ദ കമ്മോഡിറ്റി മോർ ആണെങ്കിൽ, ഡിമാൻഡ് മോർ ആണെങ്കിൽ പോസിറ്റീവ് ആണ്. അതർ പീപ്പിൾ കൺസ്യൂം ദ കമ്മോഡിറ്റി വളരെ കൂടുതലാണ്, എന്നാൽ അത് വാങ്ങാൻ വേണ്ടി ചില ആൾക്കാരെങ്കിലും പോകുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല, ഞാൻ എന്ന കൺസ്യൂമർ പോകുന്നില്ല എങ്കിൽ, അവിടെ എന്നിൽ വർക്കായത് സ്നോബ് എഫക്റ്റ് ആണെന്ന് പറയും. അത് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്നും പറയേണ്ടി വരും. മനസ്സിലായോ? അപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പൊ ഞാൻ സ്നോബ് എഫക്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അത് ഇപ്പൊ കമ്പയർ ചെയ്ത് പറയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്ത് വെബ്ലനും കൂടെ പഠിച്ചിട്ട് മൂന്നും കൂടെ കമ്പയർ ചെയ്ത് പഠിക്കുകയും ചെയ്യും. ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്, നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് ബാൻഡ് വാഗൺ എഫക്റ്റ് മാത്രമാണ്. അപ്പൊ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആള് ആരാണ്? ഹാർവേ ലെബൻസ്റ്റീൻ ആണ്. ആരാണ്? ഹാർവേ ലെബൻസ്റ്റീൻ ആണ്. അത് മറക്കണ്ട. അത് സ്നോബ് ആയാലും വെബ്ലൻ ആയാലും ബാൻഡ് വാഗൺ ആയാലും ഹാർവേ ലെബൻസ്റ്റീൻ ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി ബാൻഡ് വാഗൺ എഫക്റ്റ് പറയുന്നത് എന്തിന്റെ ബേസിലാണ്? ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കൂടും. എന്തിന്റെ ബേസിൽ? പോപ്പുലാരിറ്റിയുടെ ബേസിൽ. മനസ്സിലായി? പോപ്പുലാരിറ്റി മറക്കണ്ട, ആ കീവേഡ് മറക്കണ്ട. പോപ്പുലാരിറ്റി എന്ന വേർഡ് ഉണ്ടെങ്കിൽ അത് ബാൻഡ് വാഗൺ എഫക്റ്റ് ആണ്, മറക്കണ്ട. മനസ്സിലായോ? അവിടെ ഏത് എക്സ്റ്റേണാലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയേണ്ടി വരും? പോസിറ്റീവ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി. റീസണും സാർ പറഞ്ഞു. എന്താ? പോപ്പുലാരിറ്റി കൂടുമ്പോ ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് ഡിമാൻഡും കൂടും. സംശയമുണ്ടോ? ഇല്ല. ഇനി ഇവിടുത്തെ ഡിമാൻഡ് കർവ് എന്തായിരിക്കും? ബാൻഡ് വാഗൺ എഫക്റ്റിൽ ഡിമാൻഡ് കർവ് എന്തായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്നാണ് അടുത്ത് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ വരച്ചൊക്കെ കാണിച്ച് പഠിക്കേണ്ടതാണ്. ക്ലിയർ ആണോ? അപ്പോ അതിലേക്ക് ഞാൻ പെട്ടെന്ന് വരയ്ക്കാതെ തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. ഒന്ന് കേൾക്കുക, വരച്ച് പഠിക്കാം നമുക്ക്. ഞാൻ വരയ്ക്കാതെ തന്നെ പഠിച്ച് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. എടാ, ഒരു പ്രത്യേക പ്രോഡക്റ്റിന് 100 രൂപയുണ്ട്. ഇപ്പൊ മാർക്കറ്റിൽ വില 100 രൂപയാണ്. അപ്പോ 100 രൂപ ആയിരുന്ന ആ സാധനത്തിന് 20 ഡിമാൻഡ് ഉണ്ട്.
20 ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നു, ഭയങ്കര പോപ്പുലർ ആണ്, ഒരു സൊസൈറ്റിയിൽ ആകെ 40 പേരേ ഉള്ളൂ, 20 പേരും ആ പ്രോഡക്റ്റ് ഡിമാൻഡ് ചെയ്യുകയാണെന്ന് ഇരിക്കട്ടെ. പോപ്പുലർ അല്ലേ? ആ ബാൻഡ് വാഗൺ എഫക്റ്റ് പ്രകാരം എന്ത് ചെയ്യണം? പോപ്പുലർ ആയിട്ടുള്ള പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കൂടും. അപ്പൊ ഡിമാൻഡ് കൂടിയാൽ നമ്മൾ തുടക്കത്തെ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്, എന്താണ്? ഡിമാൻഡ് കൂടിയാൽ അതർ ഫാക്ടേഴ്സ് വഴി ഡിമാൻഡ് കൂടിയാൽ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ടു റൈറ്റ് ആണല്ലോ. പ്രൈസ് കൊണ്ടാണ് ഡിമാൻഡിൽ ചേഞ്ച് ഉണ്ടായെങ്കിൽ എന്താണ് അവിടെ നമ്മൾ ഉപയോഗിച്ച ടേം വേർഡാണ് മൂവ്മെന്റ് എലോങ് ദ ഡിമാൻഡ് കർവ്. എന്നാൽ പ്രൈസ് അല്ലാതെ ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന അതർ ഫാക്ടേഴ്സിൽ ചേഞ്ച് സംഭവിച്ചാൽ, ഇവിടെ അതർ ഫാക്ടേഴ്സ് ഏതാ? പോപ്പുലാരിറ്റി. ഒരു പ്രത്യേക പ്രോഡക്റ്റിന്റെ പോപ്പുലാരിറ്റി കൂടി, പ്രൈസിൽ ചേഞ്ച് ഒന്നും സാർ പറഞ്ഞില്ല. അപ്പോ ഡിമാൻഡ് കർവ് എന്ത് ചെയ്യും? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവും. ഒരു പ്രത്യേക പ്രൈസ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവും. അവിടെ നമ്മൾ എന്താ രണ്ട് തരത്തിലുള്ള ഷിഫ്റ്റ് പഠിച്ചു. ഒന്ന് മൂവ്മെന്റ് എലോങ് ദ ഡിമാൻഡ് കർവ്, രണ്ട് ഷിഫ്റ്റ്. മൂവ്മെന്റ് എലോങ് ദ ഡിമാൻഡ് കർവ് എന്ന പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ്. ഷിഫ്റ്റ് പറയുന്നത് പ്രൈസ് അല്ലാതെ അതർ ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ്. അത് നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് അവിടെ തറവാണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് മനസ്സിലാക്കാനും പറ്റൂ. അപ്പോ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ബാൻഡ് വാഗൺ എഫക്റ്റിൽ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ഔട്ട്വേർഡ് ഓർ റൈറ്റ് വേർഡ്. മനസ്സിലായി? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവും, കാരണം ഡിമാൻഡ് കൂടും. റീസൺ തേർഡ് ഫാക്ടറായ പോപ്പുലാരിറ്റി എന്ന ഫാക്ടർ വെച്ച് നോക്കുമ്പോൾ അതർ പീപ്പിളും ഇത് ഡിമാൻഡ് ചെയ്യും. സോ ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടും. ക്ലിയർ ആണോ? സംശയമുണ്ടോ? അപ്പൊ ഡിമാൻഡ് കർവ് ഇവിടെ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആണെന്ന് മനസ്സിലായി. റൈറ്റ് കാരണം പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണ്, പോസിറ്റീവ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി ആണ്. പോസിറ്റീവ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി ആവാൻ കാരണവും നിങ്ങൾ മനസ്സിലായി. പോപ്പുലാരിറ്റി എന്ന് പറയുന്ന ഫാക്ടർ കൂടുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു? ഡിമാൻഡും കൂടും. സോ ഡിമാൻഡ് കൂടുകയാണെങ്കിൽ ഡിമാൻഡ് കൂടുതലായിട്ട് കാണിക്കും. നമ്മൾ എങ്ങനെ കാണിക്കും? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തതായിട്ട് കാണിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? ശരി. ഇനി പ്രൈസ് ഇലാസ്റ്റിസിറ്റി. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്തു ഡിമാൻഡ് കർവ്, അക്കോർഡിംഗ് ടു ബാൻഡ് വാഗൺ എഫക്ട് ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് പരീക്ഷയ്ക്ക് ചോദിക്കും. ലെഫ്റ്റ് വേർഡ്, റൈറ്റ് വേർഡ്, നോട്ട് ചേഞ്ച്. നിങ്ങൾ എന്ത് പറയും? റൈറ്റ് വേർഡ് ഷിഫ്റ്റ്. മറക്കണ്ട. പോപ്പുലാരിറ്റി അനുസരിച്ചിട്ടാണെങ്കിൽ ബാൻഡ് വാഗൺ എഫക്റ്റിൽ ഡിമാൻഡ് കൂടും. സോ ബാൻഡ് വാഗൺ എഫക്ട് പോസിറ്റീവ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി ആണ്. അപ്പോ ഇവിടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇലാസ്റ്റിസിറ്റി അറിയാലോ എന്താണ്? ഒരു ഇലാസ്റ്റികതയുള്ള ഒരു റബ്ബർ ബാൻഡ് എടുത്ത് നമ്മൾ ഇങ്ങനെ വലിക്കുകയാണെങ്കിൽ ഇലാസ്റ്റിസിറ്റി കൂടുതലാണ് അല്ലെ? കൂടുതലാണ്. പെട്ടെന്ന് ഇങ്ങനെ കൂട്ടാം, നമുക്ക് കുറയ്ക്കാം. അപ്പൊ ഇലാസ്റ്റിസിറ്റി കൂടും. പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈസ് വഴിക്ക് ഡിമാൻഡ് ഉണ്ടാകുന്ന ചേഞ്ച് കൂടുതലാണ് എങ്കിൽ മോർ ഇലാസ്റ്റിക്, അതായത് ഭയങ്കര പ്രൈസ് ഇലാസ്റ്റിസിറ്റി മോർ എന്ന് പറയും. ഇനി കുറവാണെങ്കിൽ ലോവർ. ഇവിടെ നോക്കൂ, ഇവിടെ പ്രൈസിനെക്കാളും കൂടുതൽ പോപ്പുലാരിറ്റി എന്നുള്ള അതർ ഫാക്ടർ വഴിയിൽ ഡിമാൻഡ് കൂടിയേ. അപ്പോ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്താണ്? ലോവർ ആണ്. മനസ്സിലായോ? ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. കാരണം ബാൻഡ് വാഗൺ എഫക്റ്റ് പറയുന്നത് പ്രൈസിന്റെ എഫക്റ്റ് അല്ല, പിന്നെ എന്താ? തേർഡ് ഫാക്ടർ ആയ ഏതിന്റെ പറഞ്ഞോളൂ? തേർഡ് ഫാക്ടർ ആയ പോപ്പുലാരിറ്റി. അപ്പോ ഇവിടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്താണ്? ലോവർ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണ്. ബാൻഡ് വാഗൺ എഫക്റ്റ് പ്രകാരം പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്താണ്? ലോവർ ആണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ലോവർ ആണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്താണ്? ലോവർ ആണ്. മനസ്സിലായോ? ഇനി ഡിമാൻഡ് കർവ് നമ്മൾ നേരത്തെ അവിടെ പറയേണ്ടതായിരുന്നു. എന്താണ്? ഡിമാൻഡ് കർവ് എങ്ങോട്ട് ഷിഫ്റ്റ് ആവും സാർ പറഞ്ഞു? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവും. മനസ്സിലായോ? ഡിമാൻഡ് കർവ് എന്താവും? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവും. ഡിമാൻഡ് കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഡിമാൻഡ് കർവിന്റെ ഇലാസ്റ്റിസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി, പ്രൈസ് കൊണ്ടുണ്ടാകുന്ന ഡിമാൻഡിന്റെ ചേഞ്ച് ലോ ആണ്. കാരണം ബാൻഡ് വാഗൺ എഫക്റ്റിൽ അതർ ഫാക്ടറായ പോപ്പുലാരിറ്റി എന്ന് പറയുന്ന ഫാക്ടർ കൊണ്ടാണ് ഡിമാൻഡ് അത്രയധികം കൂടുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഡിമാൻഡ് കർവ് വിത്ത് ഇത് ഇങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഡിമാൻഡ് കർവ് വിത്ത് ബാൻഡ് വാഗൺ എഫക്റ്റ് ആണെങ്കിൽ എന്താണ്? ആ ഡിമാൻഡ് കർവ് മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് ആയിരിക്കും. എന്തായിരിക്കും?
മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് ആയിരിക്കും. മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് കർവിന്റെ പ്രത്യേകത എന്താ? മോർ ഫ്ലാറ്റർ ആയിരിക്കും അല്ലെ ഡിമാൻഡ് കർവ്. അതെങ്ങനെയാണെന്ന് നമുക്കത് വരച്ച് നമുക്ക് സാർ എന്ത് ചെയ്യാം, അത് വരച്ച് പഠിപ്പിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ അതിന്റെ റീസൺ ഇതാണ്. പ്രൈസ് എഫക്റ്റ്, ഒരു കുഞ്ഞ് പ്രൈസ് എഫക്റ്റ് ഉണ്ടാവും, പിന്നെ ബാക്കിയെല്ലാം ബാൻഡ് വാഗൺ എഫക്റ്റും ആയിരിക്കും. മനസ്സിലായോ? അത് സാർ ഒന്ന് വരച്ച് നിങ്ങൾ അതെന്ത് ചെയ്യാം, പഠിപ്പിച്ച് മനസ്സിലാക്കാം. ക്ലിയർ ആണോ? ഇനി എക്സ്റ്റേണാലിറ്റി സാർ നിങ്ങളോട് പറഞ്ഞു എന്താണ്? പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണ്. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഇത് വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ ശ്രമിച്ചത് കൺസ്യൂമറിന്റെ ബിഹേവിയർ ആണ്. കൺസ്യൂമറിന്റെ ബിഹേവിയർ പ്രൈസ് വെച്ചിട്ടും അതർ ഫാക്ടേഴ്സ് വെച്ചിട്ടും ഡിമാൻഡ് ചെയ്യുന്ന ബിഹേവിയർ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഡിമാൻഡ് ചെയ്താലേ അവന് യൂട്ടിലിറ്റി കിട്ടും. അപ്പൊ യൂട്ടിലിറ്റി ആണ് അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബിഹേവിയർ എന്താണ്? യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായോ? നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റീസിൽ കൺസ്യൂമറിന്റെ ബിഹേവിയർ എങ്ങനെയായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത് എന്താണ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി. എന്താണ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മറ്റ് ആൾക്കാർ കൺസ്യൂം ചെയ്യുന്നത് കൂടുകയാണെങ്കിൽ എന്താണ് ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ച് എങ്ങനെ, അല്ലെങ്കിൽ യൂട്ടിലിറ്റി ഉണ്ടാകുന്ന ചേഞ്ച് എങ്ങനെ, ഇത് പറയുന്നതാണ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി. അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. മറ്റുള്ള ആൾക്കാരുടെ ഡിമാൻഡ് കൂടുന്തോറും എന്റെ പർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ ഡിമാൻഡും കൂടിയാൽ അത് പോസിറ്റീവ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റിയും, മറ്റുള്ള ആൾക്കാരുടെ ഡിമാൻഡ് കൂടുന്തോറും ഞാൻ ഡിമാൻഡ് ചെയ്യാൻ പോകുന്നില്ല എങ്കിൽ അത് നെഗറ്റീവ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി എന്ന് പറയും. മനസ്സിലായോ? ഇവിടെ ബാൻഡ് വാഗൺ എഫക്റ്റ് എന്താണ്? നെഗറ്റീവ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി എന്ന് പറയേണ്ടി വരും. സോറി സ്നോബ് എഫക്റ്റ് ആണ് നെഗറ്റീവ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി. നമ്മുടെ ബാൻഡ് വാഗൺ എഫക്റ്റ് എന്താണ്? പോപ്പുലാരിറ്റി കൂടുന്തോറും കൂടുതൽ ഡിമാൻഡ് ചെയ്യും. ശരിയല്ലേ? അപ്പൊ അതെന്താണ്? പോസിറ്റീവ് നെറ്റ്വർക്ക്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാൻഡ് വാഗൺ എഫക്റ്റ് എന്താണ്? പോപ്പുലാരിറ്റി. കീവേഡ് മറക്കണ്ട, പോപ്പുലാരിറ്റി. ആ കീവേഡ് മറക്കണ്ട, പറഞ്ഞേ പോപ്പുലാരിറ്റി. സംശയമുണ്ടോ? പോപ്പുലാരിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ അതെന്താണ്? ബാൻഡ് വാഗൺ എഫക്റ്റ്. പോപ്പുലാരിറ്റി കൂടുന്തോറും ഡിമാൻഡ് കൂടും. അപ്പൊ അതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി. അപ്പോൾ ഡിമാൻഡ് കൂടുന്നത് കൊണ്ട് തന്നെ ഡിമാൻഡ് കർവ് എങ്ങോട്ട് ഷിഫ്റ്റ് ആവും? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവും. റീസൺ അതർ ഫാക്ടറായ ഡിമാൻഡ് ഡിറ്റർമിൻ ചെയ്ത അതർ ഫാക്ടറായ ഏത്? പോപ്പുലാരിറ്റി കൂടിയത് കൊണ്ടാണ് ഡിമാൻഡ് കൂടിയത്. അതുകൊണ്ടാണ് ഡിമാൻഡ് കർവ് എന്താ ഷിഫ്റ്റ് ആവണേ? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ശരി. അതിനുശേഷം നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തേ? അപ്പോൾ അതിനുശേഷം നമ്മൾ പറഞ്ഞു എന്താണ്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ബാൻഡ് വാഗൺ എഫക്റ്റ് ലോ ആണ്. പ്രൈസ് കൊണ്ടുള്ള ഇലാസ്റ്റിസിറ്റി എന്താണ്? ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റം കുറവാണ്. ഇലാസ്റ്റിസിറ്റി ഒക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇലാസ്റ്റിസിറ്റി എന്താണ്? കുറവാണ്. ക്ലിയർ ആണോ? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ലോ ആണ്. പക്ഷെ ബാൻഡ് വാഗൺ എഫക്റ്റിൽ ഡിമാൻഡ് കർവ് എന്താണ്? മോർ ഇലാസ്റ്റിക് ആണ്. ഡിമാൻഡ് കർവ് എന്താണ്? മോർ ഇലാസ്റ്റിക് ആണ്. ഡിമാൻഡ് കർവ് എന്താണ്? മോർ ഇലാസ്റ്റിക് ആണ്. കാരണം പ്രൈസിൽ ചെറിയ ചേഞ്ച്, കാരണം പ്രൈസിനേക്കാൾ ഉപരി ഏതിനാ ചേഞ്ച് ഉണ്ടാവണേ? പോപ്പുലാരിറ്റി അല്ലെ? പ്രൈസിൽ ഒരു സ്മോൾ ചേഞ്ച് ഉണ്ടായാൽ ഡിമാൻഡിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടാവും. അതുകൊണ്ടാണ് മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഡിമാൻഡ് കർവ് എന്തായിരിക്കും? മോർ ഇലാസ്റ്റിക് ആണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സംശയമുണ്ടോ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിമാൻഡ് കർവ് മോർ ഇലാസ്റ്റിക് ആണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ലോവർ ആണ്, മറക്കണ്ട. ഇനി ഏത് എക്സ്റ്റേണാലിറ്റി ആണ് ബാൻഡ് വാഗൺ എഫക്റ്റിൽ? പോസിറ്റീവ് ആണ്, മറക്കണ്ട. സംശയമുണ്ടോ? അവിടെ ബാൻഡ് വാഗൺ എഫക്റ്റിന്റെ കീവേഡ് അത് എന്തിന്റെ ബേസിലാണ്? പോപ്പുലാരിറ്റി കൂടിയാൽ ഡിമാൻഡും കൂടും. മനസ്സിലാകുന്നുണ്ടോ? ഇത് എന്താണ്? ബാൻഡ് വാഗൺ എഫക്റ്റ് ആണ്. മനസ്സിലായോ? ശരി. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ബാൻഡ് വാഗൺ എഫക്റ്റ് refers to, ഒന്നാമത്തെ ഓപ്ഷൻ, ദ ടെൻഡൻസി ഓഫ് ദ പീപ്പിൾ ടു പർച്ചേസ് ഗുഡ്സ് ബേസ്ഡ് ഓൺ ക്വാളിറ്റി അലോൺ ആണോ? The increase in demand for goods due to its popularity. Then a decrease in demand when price rise, a psychological bias to avoid popular trend. Okay. First option, the tendency of people to purchase goods based on quality. Quality നമ്മൾ ബാൻഡ് വാഗണിൽ ഏതെങ്കിലും പറഞ്ഞോ? നോ. അടുത്ത മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് വരാം. A increase in demand when the price rise. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടുന്നല്ലോ നമ്മൾ പറഞ്ഞോ? നോ. Then a psychological bias to our popular trend അവോയ്ഡ് ചെയ്തിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ബയാസ് ആണ് ഈ ബാൻഡ് വാഗൺ. അങ്ങനെ പറഞ്ഞോ? ഇല്ല. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ബാൻഡ് വാഗൺ എഫക്ട് എന്താണെന്ന് ചോദിച്ചാൽ ദ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ എ ഗുഡ് ഡ്യൂ ടു ഇറ്റ്സ് പോപ്പുലാരിറ്റി ആണല്ലോ. യെസ്, വെരി ഗുഡ്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹു ഇൻട്രൊഡ്യൂസ് ദ ടേം ബാൻഡ് വാഗൺ എഫക്ട്? ആരാണ്? ഹാർവേ ലെബൻസ്റ്റൈൻ. അത് സംശയമൊന്നും ഇല്ല. Then the band wagon effect is most closely associated with which type of externality? ഏതാണ്? നെഗറ്റീവ്, പോസിറ്റീവ്, മാർജിനൽ,
വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ്? പോസിറ്റീവ് ആണ്. എന്നാൽ സ്നോബ് എഫക്റ്റ് എന്താണ്? നെഗറ്റീവ് ആണ്. മറക്കണ്ട, ഇത് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാ. പിന്നെ അടുത്തെന്താ? ദ ബാൻഡ്വാഗൺ എഫക്ട് ഈസ് ഒബ്സർവ്ഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് മാർക്കറ്റ്? ആ അതെ, അത് ഞാൻ പറഞ്ഞില്ല. അതായത് നമുക്കറിയാലോ, ഈ ട്രെൻഡ് നോക്കിയിട്ടാണ് നമ്മൾ ലക്ഷറി ഗുഡ്സ് മേടിക്കാൻ ശ്രമിക്കുക. ട്രെൻഡ് ശരിയല്ലേ? അതായത് ഈ ലക്ഷറി ഗുഡ്സ്, ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പൊ ലേഡീസിന്റെ കാര്യത്തിൽ നല്ലൊരു ഇയർ റിംഗ് വന്നെന്ന് ഇരിക്കട്ടെ. അപ്പൊ നല്ല കല്ലൊക്കെ വെച്ചിട്ടൊരു ഇയർ റിംഗ്, മനസ്സിലായോ? ഒരു ലക്ഷറി ഗുഡാണ് അത്. അപ്പൊ അത് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇയർ റിംഗ് ആണ്, എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഞാനും വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കും, അല്ലെ? ലക്ഷറി ഗുഡിന്റെ കാര്യത്തിൽ ഈ ബാൻഡ്വാഗൺ എഫക്റ്റ് ഓക്കെയാണ്. ദെൻ സ്റ്റോക്ക് മാർക്കറ്റ്, എല്ലാവരും വാങ്ങുന്ന സ്റ്റോക്കുകൾ, കാര്യം നാളെ വില കൂടും, അല്ലെങ്കിൽ മറ്റന്നാൾ വില കൂടും, നെക്സ്റ്റ് മന്ത് വില കൂടും, അല്ലെ? എല്ലാവരും വാങ്ങുന്ന ഓപ്ഷൻസ് അല്ലെങ്കിൽ സ്റ്റോക്കുകൾ വാങ്ങാൻ ശ്രമിക്കണം. സ്റ്റോക്ക് മാർക്കറ്റ് ബാൻഡ്വാഗൺ എഫക്റ്റിന് എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചാൽ എക്സാമ്പിൾ ആണ്. ദെൻ ഫാഷൻ ആൻഡ് കൺസ്യൂമർ ട്രെൻഡ്, ട്രെൻഡ് എന്ന വാക്കുണ്ടെങ്കിൽ അത് ബാൻഡ്വാഗൺ എഫക്റ്റ് ആണ്, അല്ലെ? അപ്പോൾ ഓൾ ഓഫ് ദ എബോവ് ഇതെല്ലാം എന്താണ്? ബാൻഡ്വാഗൺ എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദെൻ ദ ബാൻഡ്വാഗൺ എഫക്റ്റ് ഓഫൻ ലീഡ്സ് ടു എന്താണ്? ഒന്ന്, റാഷണൽ ഡിസിഷൻ മേക്കിംഗ് ബൈ കൺസ്യൂമേഴ്സ് ആണോ? ആൻ ഔട്ട്വേർഡ് ഷിഫ്റ്റ് ഇൻ ദ ഡിമാൻഡ് കർവ് ആണോ? എ പെർഫെക്റ്റ് ഇലാസ്റ്റിക് സപ്ലൈ കർവ് ആണോ? ഈ റിഡക്ഷൻ ഇൻ ദ ഡിമാൻഡ് ഫോർ പോപ്പുലർ പ്രോഡക്റ്റ് ആണോ? റിഡക്ഷൻ ഇൻ ദ ഡിമാൻഡ് ആണോ പോപ്പുലർ പ്രോഡക്റ്റിന്റെ? അല്ല, അല്ലെ? റിഡക്ഷൻ അല്ലേ, അല്ലെ? ഇൻക്രീസ് ആണ്, അല്ലെ? റിഡക്ഷൻ പറഞ്ഞത് സ്നോബാവും. സ്നോബ് ഞാൻ പഠിപ്പിച്ചില്ലെങ്കിൽ സാർ ഇടയ്ക്കൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നിട്ടുണ്ടാവും. ദെൻ എ പെർഫെക്റ്റ് ഇലാസ്റ്റിക് സപ്ലൈ, സപ്ലൈയെ കുറിച്ച് ഒന്നും നമ്മളിവിടെ പറഞ്ഞില്ല, ഡിമാൻഡിനെ കുറിച്ച് പറഞ്ഞത്, അപ്പൊ തന്നെ അങ്ങ് വിടാം. പിന്നെ എ ഓപ്ഷൻ, റാഷണൽ ഡിസിഷൻ മേക്കിംഗ് ബൈ കൺസ്യൂമർ. കൺസ്യൂമറിന്റെ റാഷണൽ ആയിട്ടൊരു ഡിസിഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല, മനസ്സിലായോ? അപ്പൊ എപ്പോഴും നമ്മൾ ബാൻഡ്വാഗൺ എഫക്റ്റിൽ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് പറയാം ആൻ ഔട്ട്വേർഡ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്, ബിക്കോസ് ഡിമാൻഡ് ഇൻക്രീസസ്, ഡിമാൻഡ് ഫോർ ഷിഫ്റ്റ് ഔട്ട്വേർഡ്. ഓക്കെ, യെസ്. ഇനി അടുത്ത്, ദ ബാൻഡ്വാഗൺ എഫക്ട് മേ ലീഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻ കൺസ്യൂമർ ബിഹേവിയർ? കൺസ്യൂമർ ബിഹേവിയർ ആണല്ലോ ബാൻഡ്വാഗൺ എഫക്ട് പറയണേ. താഴെ പറഞ്ഞ ഏതാ? ഓവർ കൺസംഷൻ ഓഫ് പോപ്പുലർ ഗുഡ് ആണോ? ഇൻക്രീസ് ദ ഫോക്കസ് ഓൺ ഇൻട്രിൻസിക് പ്രോഡക്റ്റ് ക്വാളിറ്റി ആണോ? റെഡ്യൂസ്ഡ് ഡിമാൻഡ് ഫോർ ട്രെൻഡി പ്രോഡക്റ്റ് ആണോ? റെഡ്യൂസ്ഡ് ഡിമാൻഡ് ഫോർ ട്രെൻഡി പ്രോഡക്റ്റ് ആണോ? പെർഫെക്റ്റ്ലി റാഷണൽ എക്കണോമിക് ഡിസിഷൻസ് ആണോ? അല്ലെ? ഒന്നുമല്ല, ഫസ്റ്റ് ഓപ്ഷൻ അല്ലെ? ഓവർ കൺസംഷൻ, ഓവർ ഡിമാൻഡ് ആണ് പോപ്പുലർ ഗുഡിന്റെ, ശരിയല്ലേ? അല്ല, ഇൻട്രിൻസിക് പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി വെച്ചിട്ടല്ല. റെഡ്യൂസ്ഡ് ഡിമാൻഡ് ട്രെൻഡി പ്രോഡക്റ്റിന് റെഡ്യൂസ്ഡ് ആണ്, നോ ഇൻക്രീസ്ഡ് ആണ്. പിന്നെ പെർഫെക്റ്റ്ലി റാഷണൽ എക്കണോമിക് ഡിസിഷൻസ് ആണോ? അല്ല. പോപ്പുലർ ഗുഡ്സിന്റെ, പോപ്പുലർ ഗുഡ് ആണെങ്കിൽ അത് ഞാൻ മേടിക്കും. അപ്പോൾ ഓവർ കൺസംഷൻ ഓഫ് പോപ്പുലർ ഗുഡ്സ്. അടുത്ത്, വിച്ച് എക്കോണമിസ്റ്റ് ഇസ് മോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ദ ബാൻഡ്വാഗൺ സ്നോബ് വെബ്ലൻ എഫക്ട്? ആരാണ്? ഹാർവേ ലെബൻസ്റ്റൈൻ, അല്ലെ? ആരാണ്? ഹാർവേ ലെബൻസ്റ്റൈൻ. സംശയമുണ്ടോ? ആരാണ് ഹാർവേ ലെബൻസ്റ്റൈൻ? സംശയമുണ്ടോ? ഇത്രയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. അപ്പൊ ഇതുപോലെ ആയിരിക്കും നമ്മുടെ ഓരോ കോൺസെപ്റ്റുകളും. നമ്മൾ കോൺസെപ്റ്റുകൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, ഇത് മൈക്രോ എക്കണോമിക്സിലെ ഏറ്റവും ലാസ്റ്റ് പോർഷനാണ് ഞാൻ എടുത്തത്. അപ്പോ നമ്മൾ തുടക്കം മുതലേ പഠിക്കുമ്പോഴത്തേക്കും ഓരോ ടോപ്പിക്കുകളായിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യും. തീർത്തും ഒരു ഒബ്ജക്റ്റീവ് എക്സാമിന് വേണ്ടുന്ന പോയിന്റ് ഓഫ് വ്യൂ മാത്രം നിന്നുകൊണ്ട് നമ്മൾ ഒരു തിയറി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷ നമ്മൾ ക്രാക്ക് ചെയ്യും, മനസ്സിലായോ? നമ്മൾ നല്ല നല്ല മാർക്കോട് കൂടി നമ്മൾ നേടും, മനസ്സിലായോ? തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക, പഠിക്കുക. ക്ലിയർ ആണോ? പിന്നെ കുറച്ചുകൂടെ കർവ് എക്സ്പ്ലനേഷൻസ് ഒക്കെ ഞാൻ അവോയ്ഡ് ചെയ്തത് ഇതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് അത് ഉൾപ്പെടെ അതും കൂടെ ഒന്ന് പഠിക്കേണ്ടി വരും. അതുൾപ്പെടെ നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.